ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആയിരുന്നു, അടിപൊളിയായിട്ടൊക്കെ എല്ലാവരും ഇരുന്നു എന്ന് കരുതുന്നു, ഹാപ്പി ആയിരുന്നു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ നാളെ വരാനിരിക്കുന്ന വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ? അപ്പോൾ വീഡിയോ കേൾക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാവരും നമ്മുടെ വീഡിയോസിന് ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറക്കണ്ട കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റാർ ബട്ടൺ ഹൈപ്പും അതുപോലെ പുതുതായിട്ട് വരുന്നവരെല്ലാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ വെച്ചോളൂ. അങ്ങനെ നമ്മുടെ കിളിക്കൂട്ടിലേക്ക് നമ്മുടെ നിധി തിരിച്ചെത്തുകയാണ്. അപ്രതീക്ഷിതമായിട്ടാണ്. ഭാസ്കരൻ പോലും ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോവാണ്. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിധി ഒരു തിരിച്ചു വരവ് നിധിക്ക് ഉണ്ടാകും എന്നുള്ളത്. കാരണം അത്രയ്ക്ക് മാനസികമായിട്ട് തകർന്നാണ് നിധി ഈ വീട്ടിൽ നിന്നും ഇറങ്ങി ഹോസ്റ്റലിലോട്ട് പോയത്. അങ്ങനെ കയറി വന്ന നിധിയെ കണ്ടപ്പോൾ ഭാസ്കരൻ വല്ലാത്തൊരു കണ്ണൊക്കെ നിറഞ്ഞു പോയിട്ട് ഭാസ്കരൻ. എന്നിട്ട് ഭാസ്കരൻ പറഞ്ഞു, മോളെ, ഞാൻ ചെയ്ത തെറ്റ് കാരണമാണ് മോൾ ഈ വീട് വിട്ട് പോയത്. ഒരിക്കലും തിരിച്ചു വരുമെന്ന് ഞാൻ കരുതിയില്ല. മോള് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ തെറ്റ് കൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ അവൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇനി അങ്ങനെയൊന്നും വരാണ്ട് നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരനും ആ ഒരു സന്തോഷം നമ്മുടെ നിധിയുടെ അടുക്കൽ പറയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ നികേഷും സുഭാഷും ഒക്കെ നിധിയെ കണ്ട പാടെ തന്നെ, ഹരീഷും ഒക്കെ ഉണ്ടായിരുന്നു, ഓടി വന്ന് എല്ലാവരും ബാഗൊക്കെ മേടിക്കുന്നു, നിധിയേട്ടത്തിൽ കയറി വാ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് അത്രയ്ക്ക് സന്തോഷമായി. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിധി തിരിച്ച് വരും എന്നുള്ളൊരു കാര്യം. അങ്ങനെ അവരൊക്കെ വലിയ സന്തോഷത്തോടുകൂടെ തന്നെ നിധിയെ അകത്തേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ വന്നു. അപ്പോൾ സുഭാഷ് പറഞ്ഞു, മോളെ ഇരിക്കും മോളെ എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് ആ സന്തോഷത്തോടെ നിധിയുടെ അടുത്ത് എല്ലാവരും നിൽക്കണേ. എന്തായാലും നിധിയേട്ടത്തിൽ വന്നല്ലോ. നികേഷിൻ്റെ സന്തോഷമാണെങ്കിൽ പറഞ്ഞറിയിക്കാനുമില്ല. ആ രീതിയിലാണ് നമ്മുടെ നികേഷിൻ്റെ സന്തോഷം. അപ്പോഴേക്കും നിധി എല്ലാവരെയും കണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക്, അല്ല, ഇവിടുത്തെ നമ്മുടെ മെയിൻ സാറിനെ കണ്ടില്ലല്ലോ എന്ന് നിധി പറഞ്ഞു. അപ്പോഴേക്കും സുഭാഷ് ചോദിച്ചു, അല്ലെങ്കിലും സുധീഷ് എന്തേ എന്നിങ്ങനെ നോക്കുകയാണ്. അപ്പം നികേഷ് പറഞ്ഞു, നിധിയേട്ടത്തിയുടെ റൂമിലുണ്ട്. അപ്പോൾ സുഭാഷ് ചോദിച്ചു, അവൻ എന്തിനാ അങ്ങോട്ട് പോയത്? എനിക്കറിയില്ല. അപ്പോൾ സുഭാഷ് പറഞ്ഞു, മോളെ ഞാൻ വിളിക്കാം, നീ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. ഇല്ല സുഭാഷ് ഏട്ടൻ വിളിക്കണ്ട, ഞാൻ തന്നെ പോയി വിളിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ നിധിയുടെ റൂമിലോട്ട് ചെന്നപ്പോഴേക്കും ആ കട്ടിൽ അങ്ങനെ കിടക്കുകയാണ്, മലന്നിങ്ങനെ കിടക്കാട്ടോ. പാട്ടൊക്കെ കേട്ട് ഒരു എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ച് കണ്ണുടച്ച് കിടക്കുക. അപ്പം നിധി ചെന്നിട്ടൊന്ന് ചുമച്ചു. അപ്പോഴേക്കും സുധീഷ് ഒന്ന് ഇങ്ങനെ സൈഡിലോട്ട് ചരിഞ്ഞ് നോക്കിയപ്പോൾ സുധീഷ് അന്താളിച്ച് പ്രാളപ്പെട്ട് അങ്ങോട്ട് ചാടിപ്പിടച്ച് എണീക്കുകയാണ് കേട്ടോ. നിധി ഇതെന്താണ്? എന്നിട്ട് സുധീഷ് കണ്ണൊക്കെ അങ്ങ് തിരുമ്മയാണ് കേട്ടോ. കാരണം ഒറിജിനലായിട്ട് നിധി തിരിച്ച് വന്നോ? സുധീഷിനെ വിശ്വസിക്കാനേ പറ്റുന്നില്ല. നിധി ഒരിക്കലും വരുമെന്ന് പ്രതീക്ഷിച്ച കാര്യമല്ല. അപ്പം നിധിയെ കണ്ടപ്പോഴേക്കും സുധീഷ് അന്താളിപ്പോടെ നിൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ നികേഷ് വന്നിട്ട് ചോദിച്ചേ, അതെ എന്താ ഇങ്ങനെ നിൽക്കണത്? നിധിയേട്ടത്തിൽ വന്നു. അപ്പോൾ നിധിയും പറഞ്ഞു, അതെ അന്താളിക്കൊന്നും വേണ്ട, ഞാൻ തന്നെയാണ് നിധി എന്ന് പറഞ്ഞു. എടാ, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, നിധി തിരിച്ചു വന്നോ? എനിക്കറിയായിരുന്നു നിധി തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചമ്മിയ ഒരു ഇതോടുകൂടി പതുക്കെ പുറത്തോട്ടങ്ങ് ഇറങ്ങി. അപ്പോൾ സുഭാഷ് ചോദിച്ചു, അല്ല നീ അതിൻ്റെ അകത്ത് കയറി എന്തെടുക്കായിരുന്നു നിധിയുടെ റൂമിൽ? അപ്പോൾ സുധീഷ് പറഞ്ഞു, എൻ്റെ പൊന്നു സുഭാഷ് ചേട്ടാ, ഞാൻ എങ്ങോട്ട് പോകാനാണ്? ഇവിടെ വെളിയിൽ ഹാളിൽ വന്നിരുന്ന നിങ്ങളെ ഓരോരുത്തരും കുറ്റപ്പെടുത്തലും അതും ഇതും കേട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കും. പുറത്തോട്ട് പോയി വണ്ടി ഓടിക്കാൻ പറ്റുമോ? അതുമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആ റൂമിൽ കയറി ഇരുന്ന് ചുമ്മാ കുറേ നേരം പാട്ടും കേട്ടൊക്കെ ഇരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നിധി വന്ന സന്തോഷത്തിൽ സുഭാഷ് നിധിക്ക് കഴിക്കാൻ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നിധി ആർത്തിയോടെ കഴിക്കുക. കാരണം എന്ന് വെച്ചാൽ സത്യം പറയാമല്ലോ സുഭാഷ് ചേട്ടാ, 2 ദിവസമായിട്ട് ഞാൻ പട്ടിണിയിലാന്ന് പറഞ്ഞു. എനിക്ക് പറ്റില്ല, ഒരു ഗ്ലാസ് ചായയെങ്കിലും കുടിച്ച് വയറ് നിറയ്ക്കാമെന്ന് വെച്ചാൽ സുഭാഷ് ചേട്ടാ അതും രക്ഷയില്ല. കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ വാട്ട ചായയുടെ കാര്യം പറയണമെങ്കിൽ പറയാനില്ല എന്നൊക്കെ പറഞ്ഞ് നിധി വെപ്രാളപ്പെട്ട് ഫുഡ് കഴിക്കുന്നു. അപ്പോഴേക്കും സൈഡിൽ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ സുധീഷ് പറഞ്ഞു, അതെ ഇത് പറയണേട്ടാ, ഞങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചിട്ടാ ഇവിടെ നിന്ന് പോയെന്ന് തോന്നുമല്ലോ. അപ്പോഴേക്കും നിധി ഒന്ന് തുറിച്ചു നോക്കി. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, ദേ സുധീഷ് ഏട്ടാ, വായും കൊണ്ട് മിണ്ടാതിരുന്നോണം, നിധിയേട്ടത്തിൽ വന്ന് കയറുന്നുമ്പോ ഓരോ കൊണാന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ട് പോയാണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ നികേഷ് നമ്മുടെ സുധീഷിനിട്ട് 2 ഡോസ് കൊടുക്കുകയാണ്. ആ സമയം സുധീഷ് പിന്നെ ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും നമ്മുടെ സുഭാഷ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പീടികയിലോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയം പതുക്കെ നമ്മുടെ നിധി അവിടെ ഇരുന്നിട്ട് ചോദിച്ചു, അല്ല ഞാൻ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ആരൊക്കെ പെട്ടെന്ന് പൊക്കോളാം എന്നൊക്കെ പറയണ കേട്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷിൻ്റെ മുഖം പതുക്കെ ചമ്മി കണക്കായിട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ചു. അപ്പം നിധി പറഞ്ഞു, അല്ല സുധീഷേ, ഞാൻ വന്നു കഴിഞ്ഞാൽ സുധീഷ് ഇവിടെ നിന്ന് പൊക്കോളാം, ഈ ഏരിയയിൽ പോലും കാണൂല എന്നൊക്കെ പറഞ്ഞായിരുന്നു, മറന്നുപോയോ
പോയോ എന്ന് ചോദിച്ചു. അപ്പോൾ സുധീഷ് ഉടൻ തന്നെ സുഭാഷിൻ്റെ നിന്ന്, സുഭാഷ് ചേട്ടാ ആ സഞ്ചിയും ആ ലിസ്റ്റും ഇങ്ങ് തന്നെ, ഞാൻ കടയിലൊന്ന് പോയിട്ട് വേഗം വരാം, നിനക്ക് സാധനമൊക്കെ മേടിക്കാൻ അറിയോടാ, അതൊക്കെ ഞാൻ മേടിച്ചോളാം, സുഭാഷ് ചേട്ടാ ആ ലിസ്റ്റ് ഒന്ന് തരാമോ എന്നൊക്കെ പറഞ്ഞ് ആകെ പരിങ്ങി ഒരു വെപ്രാളപ്പെട്ട് ആ കിറ്റൊക്കെ മേടിച്ച് ലിസ്റ്റുമായിട്ട് പോവേണ്ട. അപ്പോൾ ഹരീഷ് പറഞ്ഞു ആൾ നന്നായിട്ട് ചമ്മിയിട്ടുണ്ട്. അപ്പം നിധി പറഞ്ഞ് എനിക്കത് മനസ്സിലായി, ഇവിടുത്തെ എസ്കേപ്പ് ആയതാൾ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ സുധീഷ് പോയി പീടികയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരികയാണ്. വന്നിട്ട് പറഞ്ഞു ഓ ഇപ്പോൾ സാധനങ്ങൾക്കൊക്കെ എന്താ വില എന്ന് പറഞ്ഞു. അപ്പോൾ ഹരീഷ് പറഞ്ഞു അതെ വല്ലപ്പോഴും ഒക്കെ കടയിൽ പോയി എന്തെങ്കിലും സാധനം മേടിക്കണം, ഇവിടെ സുഭാഷ് ഏട്ടൻ മേടിക്കണോണ്ട് സുഭാഷ് ഏട്ടന് കാര്യങ്ങളൊക്കെ അറിയാം, വീട്ടിൽ ചിലവിന് കൊടുക്കലൊന്നും നമ്മുടെ നിഘണ്ടുവിലില്ലല്ലോ എന്നിങ്ങനെ ഹരീഷ് സുധീഷിനെ കളിയാക്കിക്കൊണ്ടിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും എടാ നീ അങ്ങ് പറഞ്ഞു വലിയ ആളൊന്നും ആവണ്ടെന്ന് പറഞ്ഞിട്ട് സുധീഷ് ഹരീഷിനെ മെക്കിട്ട് കയറിയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും കൂടെ ഓരോ കൊണാന്നിങ്ങനെ ഓരോന്നും പറയുമായിരുന്നേ. ആ സമയം നമ്മുടെ സുഭാഷ് വന്നിട്ട് പറഞ്ഞതേ ആ കൊച്ച് വീട്ടിനകത്തോട്ട് വന്ന് കയറിയതേ ഉള്ളൂ, അപ്പോഴേക്കും നീയൊക്കെ തുടങ്ങിയോ, നിനക്കൊക്കെ ഒന്ന് നന്നായിക്കൂടെ എന്നും പറഞ്ഞ് സുഭാഷ് നല്ല 2 ഡോസ് ഹരീഷിനിട്ടും കൊടുക്കുകയാണ്, അതുപോലെ നമ്മുടെ സുധീഷിനിട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നിധി അവിടെ നിന്ന സമയത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പറഞ്ഞു എന്തായാലും നിധി തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്ന് പറഞ്ഞു സുധീഷ്. അപ്പം നിധി ചോദിച്ചു അതെങ്ങനെ സുധീഷിനറിയാം ഞാൻ വരുമോ ഇല്ലയോ എന്ന്. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു എനിക്ക് പനിയായതുകൊണ്ടാണ് നിധിയേട്ടത്തി തിരിച്ചു വന്നത് അല്ലേ നിധിയേട്ടത്തി എന്ന് ചോദിക്കും. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു അല്ല എനിക്കറിയാം നിധി തിരിച്ചു വരുമെന്ന്, എൻ്റെ മനസ്സിൽ എനിക്ക് ഉറപ്പായിരുന്നു നിധി തിരിച്ചു വരുമെന്ന്. അപ്പം വീണ്ടും നിധി ചോദിക്കുകയാണ് അതെന്തുകൊണ്ടാണ് സുധീഷിന് അത്ര ഉറപ്പ്. അതെ ഞാൻ കെട്ടിയ താലി ആ കഴുത്തി കിടക്കണില്ലേ, ആ താലി അയച്ചു മാറ്റിയിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു നിധി എൻ്റെ ഭാര്യയല്ലേ, അതുകൊണ്ട് തിരിച്ചു വരും എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴേക്കും നിധി അപ്പം തന്നെ നിധി കഴുത്തിൽ നിന്ന് ആ മാല ഊരുകയാണ്. ഇത് കണ്ട് അവരെല്ലാവരും ഞെട്ടിയിട്ട് ആ താലിമാല ഊരുക എന്ന് വെച്ചാൽ ഒരു കഴുത്തിൽ കെട്ടിയ താലി ഊരി മാറ്റുക എന്ന് പറയുന്നത് അത്ര നിഷ്പ്രയാസം മാറ്റുക എന്ന് പറയുന്നത് അതൊരു ശരിയായ കാര്യമല്ല, അത് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു സുധീഷിന്. അങ്ങനെ സുധീഷ് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും നിധി ആ മാല ഊരിക്കഴിഞ്ഞു, ആരും ഒന്നും പറഞ്ഞില്ല, സുഭാഷ് പോലും കമാന്നൊരക്ഷരം മിണ്ടുന്നില്ല. നിധി ആ മാല ഊരി നേരെ സുധീഷിൻ്റെ കൈകളിൽ കൊണ്ട് കൊടുക്കുകയാണ്. അതെ ഇനി ഇതിൻ്റെ പേരിൽ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു വരണ്ട, ഇതാണല്ലോ പ്രശ്നം, ഇതാ കൈ പിടിച്ചോ. പിന്നെ ഒരു കാര്യം സുധീഷെ, താലിമാലയാണ്, സുധീഷിൻ്റെ സ്വഭാവം വെച്ച് ഇനിയിപ്പോൾ താലിയെന്നൊന്നും ഓർക്കില്ല, കൊണ്ട് വിൽക്കാനോ മറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലേക്കൊന്നും പോകണ്ട, അതുകൊണ്ടാണ് ഇതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് ഞാൻ തന്നേന്ന് പറഞ്ഞു. ആകെ ഷോക്കായി നിധി. എന്നിട്ട് നേരെ അകത്ത് കയറി പോവുകയാണ്. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു തനിക്ക് ശരിക്കും പറഞ്ഞാൽ പ്രാന്ത, തൻ്റെ വായി കിടക്കണ നാക്കിനെല്ലില്ല, ഇപ്പം വടി കൊടുത്ത് അടി മേടിച്ചപ്പം സമാധാനമായല്ലോ. സത്യം പറഞ്ഞാൽ സുധീഷ് മരിച്ച് നിൽക്കും പോലെയുള്ളൊരവസ്ഥ, മരവിച്ച് വല്ലാണ്ടായിപ്പോയി. ഒരിക്കലും സുധീഷ് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകും എന്ന് നിധിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന ഒരിക്കലും സുധീഷ് അത് വിചാരിച്ചൊരു കാര്യമല്ല. അപ്പോൾ സുധീഷ് അപ്പോഴേക്കും പെട്ടെന്ന് ഒന്ന് ഷോക്കായിട്ട് പിന്നെ നോർമലായിട്ട് പറഞ്ഞു ഇവിടെ എന്താ ഇപ്പം നടന്നത്, സുഭാഷിയുടെ എന്താ നിധി എന്താ കാണിച്ചതെന്ന് പറഞ്ഞ് സുധീഷ് അങ്ങ് സങ്കടപ്പെടുകയാണ്. സുഭാഷേട്ടൻ പോലും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ നിധിയുടെ അടുത്ത് ആ മാല ഊരിയപ്പോൾ, നിങ്ങൾ ആരും ഒന്നും എനിക്ക് വേണ്ടി ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ, അവൾ ആ താലി മാല ഊരി സുഭാഷേട്ട എന്നൊക്കെ പറഞ്ഞു. സുഭാഷേട്ട എന്തേ ഒന്നും മിണ്ടാത്ത, നിങ്ങളൊക്കെ എന്താടാ ഒന്നും മിണ്ടാത്തതെന്ന് പറഞ്ഞ് സുധീഷ് ശരിക്കും കിടന്ന് അങ്ങോട്ട് വല്ലാണ്ട് വെപ്രാളപ്പെടുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ആ ഒരു സീനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിപ്പോയി, കാരണം സുധീഷ് അത്രമാത്രം നിധിയെ സ്നേഹിക്കുന്നുണ്ട്. അപ്പം തൻ്റെ ഭാര്യ എന്നുള്ള ആ ഒരു സ്ഥാനം, താൻ ചാർത്തിയ താലി ഊരി തിരിച്ച് സുധീഷിൻ്റെ കയ്യിൽ കൊടുക്കുക എന്ന് പറയുന്ന സുധീഷിന് ഒട്ടും താങ്ങാൻ പറ്റാത്തൊരു കാര്യം തന്നെയായിരുന്നു. സുധീഷ് ആകെ ഇതായിപ്പോയി കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര വിഷമമായി, എന്ത് ചെയ്യണം എന്ത് പറയണമെന്നൊന്നും അറിയില്ല. നിധി ഒരു തീരുമാനം എടുത്ത് തന്നെയാണ് വന്നത്, ആ തീരുമാനം നിധി നടപ്പിലാക്കി. അങ്ങനെ ഹരീഷ് അന്നേ ദിവസം വർക്ക്ഷോപ്പിൽ പോവാണ്. ഈ സമയം സുധീഷിന് വീട്ടിൽ ഇരുന്നിട്ട് ഭ്രാന്ത് പിടിക്കുകയാണ്. സുധീഷ് നേരെ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലോട്ട് പോവാണ്. അപ്പോൾ അവിടെ ചന്തു ഉണ്ടായിരുന്നു. അങ്ങനെ ചന്തു ഒക്കെ കാര്യങ്ങൾ അറിഞ്ഞു, ഇങ്ങനെ നിധിയേട്ടത്തി ആ താലി ഊരി സുധീഷിൻ്റെ കയ്യിൽ കൊടുത്ത കാര്യമൊക്കെ. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു തനിക്ക് വർത്താനം വെച്ച് കൂടിയിട്ടല്ലേ, താൻ എന്തിനാ നിധിയേട്ടത്തി ഇങ്ങോട്ടൊന്നും പറഞ്ഞല്ലോ, താനല്ലേ അങ്ങോട്ട് ചൊറിയാൻ ചെന്ന സുധീഷ് ഏട്ടാന്ന് പറഞ്ഞ് ഹരീഷ് കുറേ ഒച്ചയെടുത്തു. ഞാൻ ഇനി എന്ത് ചെയ്യൂടാ, അവൾ താലി ഊരി മാറ്റി കളഞ്ഞ നീ കണ്ടേല്ലടാ, നമ്മൾ ഇനി എന്താ ചെയ്യണേന്നൊക്കെ പറഞ്ഞ് സുധീഷ് വല്ലാണ്ട് വേവലാതിപ്പെടുകയാണ്. ആ സമയം ചന്തു പറഞ്ഞു ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊന്നും താലിയൊന്നും അത്ര വലിയ ഇതില്ല, അവർ വല്ല ഷോ മാലയൊക്കെ ഇട്ടുകൊണ്ടല്ലേ സുധീഷ് ഏട്ടൻ നടക്കണേ, അതുകൊണ്ട് താലിക്കൊന്നും അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല, നിങ്ങളെ രേഖാമൂലം വിവാഹം ചെയ്തവരല്ലേ, ആ ഒരു സർട്ടിഫിക്കറ്റ് ഇരിക്കുകയല്ലേ, പിന്നെ എന്തിനാണ് ഈ താലിയിലാണോ നിങ്ങളുടെ ബന്ധം എന്നൊക്കെ ചന്തു പറഞ്ഞെങ്കിലും സുധീഷിന് എവിടെയോ ഒരു സമാധാനം കിട്ടിയെങ്കിലും നിധി താലി ഊരി തന്നില്ല
പോയില്ലേ എന്നൊരു സങ്കടം സുധീഷിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു. ആ സമയത്താണ് നമ്മുടെ നീതു വർക്ക്ഷോപ്പിലോട്ട് കടന്നു പറഞ്ഞത്. ഓ, ഇവിടെ തന്നെ ഇരിപ്പാണോ, വേറെ പണിയും കിണിയൊന്നും നിങ്ങൾക്കില്ലേ സുധീഷ് ഏട്ടാൻ ചോദിച്ചു. ഓ, അവൾ ശൃംഗരിക്കാനായിട്ട് എത്തിക്കഴിഞ്ഞു എന്ന് സുധീഷ് തിരിച്ചു. അതെ, ഞാൻ ഇവിടെ ഇരിക്കണേ നിനക്ക് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അല്ല വല്ല പണിക്കും പോക്കൂടെ, എന്നാൽ നീ എനിക്ക് കുറേ പണി ഇങ്ങോട്ട് കൊണ്ടുപോകാ. സുധീഷ് ഒന്നാമത് ഭ്രാന്ത് പിടിച്ചിരിക്കണം. അപ്പോൾ ചന്തു പറഞ്ഞു, അതെ ഇന്നതുമല്ല, വീട്ടിൽ നിധിയേട്ടെത്തി അവർ തമ്മിൽ ഇങ്ങനെ താലിമാലയൊക്കെ ഒരു കൈ കൊടുത്ത് സുധീഷേട്ടൻ ആകെ ഇതായിട്ട് നിൽക്കുക. നീ ഇനി സുധീഷേട്ടൻ്റെ അടുത്ത് ചൊറിയാൻ പോകണ്ട നീതു എന്ന് ഇങ്ങനെ ചന്തു പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ നീതു പറഞ്ഞു, അതെ അതിലൊന്നും വലിയ കാര്യമില്ല സുധീഷേട്ടാ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ മിക്കവാറും ഫാൻസി മാലകളൊക്കെ ഇട്ടുകൊണ്ടിരിക്കണം, താലിയൊന്നും ആരും യൂസ് ചെയ്യാറില്ല. അതാണോ ഇത്ര വലിയ സംഭവം, സുധീഷേട്ടന് വേറെ തൊഴിലില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ നീതുവും കൂടെ പറഞ്ഞു കേട്ടപ്പോൾ സുധീഷിനൊരു ചെറിയ സമാധാനമൊക്കെ ആയി. പക്ഷേ എങ്കിലും സുധീഷിന് അത് ഒട്ടും തന്നെ താങ്ങാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നിധിയുടെ അടുത്ത് നിന്നും അങ്ങനെ ഒരിത്. അപ്പോൾ സുധീഷ് ചിന്തിക്കണം, തൻ്റെ വായിൽ നിന്ന് കിടന്ന മര്യാദയ്ക്കിരുന്നെങ്കിൽ ഒരു പക്ഷേ നിധി അങ്ങനെ ചെയ്യില്ലായിരുന്നു. താൻ ചൊറിയാൻ പാകത്തിനുള്ള വർത്തമാനം പറഞ്ഞിട്ടല്ലേ നിധി അങ്ങനെ പെരുമാറിയത്, വേണ്ടിയില്ലായിരുന്നു എന്നൊക്കെ. സുധീഷിൻ്റെ കാൽക്കുലേഷൻ മൊത്തം തെറ്റാണ്. കാരണം നിധിയോട് എത്രത്തോളം അടുപ്പം കാണിച്ച് ചെല്ലും തോറും നിധി തിരിച്ച് വെറുപ്പ് കാണിച്ച് വരാം. തന്നോട് അവൾക്ക് ശരിക്കും വെറുപ്പാണ് എന്ന ചിന്തയൊക്കെയാണ് സുധീഷിനെ അലട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. നാളെ വരാനിരിക്കുന്ന കാറ്റത്തെ കിളിക്കൂടിലെ ഏകദേശം എപ്പിസോഡ് പ്രമോ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് പുതിയ വിശേഷം വരുമ്പോഴേക്കും നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണണം കേട്ടോ, സ്കിപ്പ് അടിക്കാണ്ട് കാണാനായിട്ട് ശ്രമിക്കണേ. പിന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് കൊടുക്കുക, നമ്മുടെ സ്റ്റാർ ബട്ടൺ ഹൈപ്പും കൊടുക്കുക. പിന്നെ പുതുതായിട്ട് വരുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്ബും കൂടെ ചെയ്തു വെച്ചോളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ നാളത്തെ എപ്പിസോഡ് പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ആവാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.